ഫാത്തിമ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളായ കുഞ്ഞു വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ ഇറ്റലിയിലെ ദേവാലയത്തിൽ നിന്നും മോഷണം പോയി. 2017 വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഫ്രാൻസിസ്കോ, ജസീന്ത മാർട്ടോ എന്നീ വിശുദ്ധരുടെ വസ്ത്രത്തിന്റെ ചെറിയ കഷ്ണങ്ങൾ ഉൾപ്പെടുന്ന അമൂല്യ വസ്തുക്കളാണ് വെറോണിയയിലെ ജീസസ് ക്രൈസ്റ്റ് ഡിവൈൻ വർക്കർ ഇടവക ദേവാലയത്തിൽ നിന്നും ഇക്കഴിഞ്ഞ ബുധനാഴ്ച മോഷണം പോയത്. വിശ്വാസികളുടെ വണക്കത്തിനു വേണ്ടിയുള്ള തീർത്ഥാടന പര്യടനത്തിന്റെ ഭാഗമായാണ് തിരുശേഷിപ്പുകൾ ഇറ്റലിയിലെ വെറോണ ദേവാലയത്തിൽ എത്തിച്ചത്. ഇവിടെ നിന്നാണ് തിരുശേഷിപ്പുകൾ മോഷണം പോയത്. തിരുശേഷിപ്പുകൾക്ക് പുറമെ ഫാത്തിമയിലെ കന്യാമാതാവിന്റെ രൂപത്തിൽ ചൂടിയിരുന്ന കിരീടത്തിന്റെയും ജപമാലയുടെയും പതിപ്പുകളും മോഷണം പോയിട്ടുണ്ട്. മോഷ്ടാക്കളെക്കുറിച്ച് വിവരം ലഭിച്ചിട്ടില്ലെങ്കിലും പോലീസ് അന്വേഷണം തുടരുകയാണ്. അമൂല്യമായ തിരുശേഷിപ്പുകൾ മോഷണം പോയത് തന്നെ ഞെട്ടിച്ചുവെന്നും ഹൃദയഭേദകമായ കാര്യമാണിതെന്നും വെറോണയിലെ ദേവാലയ വികാരിയായ ഫാദർ ആൻഡ്രി റെങ്കോണി പ്രതികരിച്ചു. 1917 മെയ് 13 പോർച്ചുഗലിലെ ഫാത്തിമ ഗ്രാമത്തിലെ 3 ഇടയ കുട്ടികൾക്ക് പരിശുദ്ധ മറിയം പ്രത്യക്ഷപ്പെട്ടത്. തുടർന്ന് ഒക്ടോബർ വരെയുള്ള എല്ലാ മാസങ്ങളിലും 13 തീയതികളിൽ പ്രത്യക്ഷീകരണങ്ങൾ നടന്നു. ഇവരിൽ ജസീന്റെയും ഫ്രാൻസിസിനെയും 2017 മെയ് 13 വിശുദ്ധരായി പ്രഖ്യാപിച്ചിരുന്നു. സിസ്റ്റർ ലൂസിയയുടെ നാമകരണ നടപടികൾ പുരോഗമിക്കുകയാണ്. ഫാത്തിമ പ്രത്യക്ഷീകരണത്തിന്റെ 102ാം വാർഷികം കഴിഞ്ഞ മെയ് 13 ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ്.